ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ചെറിയ കൂൺ കൃഷിയെക്കുറിച്ച് പഠിച്ചാലോ? ചെറിയൊരു അറിവ് നൽകുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ കൂൺ പെല്ലറ്റിലാണ് ചെയ്യുന്നത്. ഈ പെല്ലറ്റ് ഇതിപ്പം 2 കിലോ ഉണ്ട്. 2 കിലോ 2 കവറിലാക്കി, 1 കിലോയുടെ വീതം 2 കവറിലാക്കി. ഈ കവറിൻ്റെ ചുവട്ടിൽ ഞാൻ റബ്ബർ ബാൻഡിട്ട് കെട്ടിയിട്ടുണ്ട്. ക്ലിയർ? ഇനി 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ തിളപ്പിച്ചത്. നല്ല വെട്ടി തിളച്ച വെള്ളം നമ്മൾ ഈ കവറിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ചരിഞ്ഞു പോകാതെ നോക്കണം, മറിഞ്ഞു പോകും, സൂക്ഷിക്കണം. ഇത് ഒഴിച്ച് ഫുള്ളാക്കി ഒപ്പം തന്നെ നമ്മളിത് റബ്ബർ ബാൻഡിട്ട് കെട്ടി മാറ്റി വയ്ക്കുന്നു. അടുത്ത കവറും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു നമ്മൾ ചുറ്റി അതിൻ്റെ മുകളിൽ നിന്നൊരു ചുരുട്ടിയിട്ട് റബ്ബർ ബാൻഡിട്ട് കെട്ടി മാറ്റിവയ്ക്കുന്നു. ഏകദേശം ഒരു 7 മുതൽ 10 മണിക്കൂർ വരെ ഇങ്ങനെ മാറ്റി വയ്ക്കാം. 7 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ രാവിലെ ചെയ്ത് വെച്ചു, വൈകുന്നേരം നമുക്കത് സെറ്റ് ചെയ്യണം. ഇതാണ് കൂൺ വിത്ത്. ഇത് 2 പാക്കറ്റിനുള്ള കൂൺ വിത്താണ്. ഇതിപ്പം നമ്മൾ രാവിലെയാണ് ചെയ്ത് വെച്ചത്. വൈകുന്നേരം സമയമായി. കൂൺ വിത്ത് ഞാൻ പൊട്ടിച്ച് ഒരു കവറിലേക്ക് ഇടുവാണ്. കവറിലേക്കല്ല, പ്ലേറ്റിലേക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം അണുനാശം വരുത്തി വയ്ക്കണം. കയ്യ്, പ്ലേറ്റ്, എല്ലാ കാര്യങ്ങളും സ്റ്റെറിലൈസ് ചെയ്തായിരിക്കണം. കൈ നല്ല സോപ്പിട്ട് കഴുകുകയോ ഡെറ്റോൾ വെച്ച് കഴുകുകയോ ചെയ്യുക. പ്ലേറ്റും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ അണുനശീകരണം വരുത്തിയായിരിക്കണം. ഇതിലുപയോഗിക്കുന്ന നമ്മുടെ ഈ പപ്പടം കുത്തിയൊക്കെ ഇല്ലേ, അതുമൊക്കെ അങ്ങനെ അണുനാശം വരുത്തിയായിരിക്കണം കേട്ടോ. കംപ്ലീറ്റ് വൃത്തിയായിരിക്കണം ഇതിന്, അല്ലെങ്കിൽ കൂൺ കൃഷി പാളിപ്പോവും. അപ്പോൾ ഇത് മൊത്തം കുടഞ്ഞിട്ടിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ കട്ടകളൊക്കെ ഒന്ന് പൊട്ടിച്ചിടുക. കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും, കട്ടകളൊക്കെ ഉള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടുക. ഇനി നമ്മൾ ആദ്യമേ കെട്ടി വെച്ചിരിക്കുന്ന ബണ്ടിലല്ലേ കൂണിൻ്റെ, ഇത് നമ്മൾ 2 ബണ്ടിലിനുള്ളതാണ് ഒരു വിത്ത്. അപ്പം 2 വെച്ചു. നമുക്കിനി ഫസ്റ്റ് ബണ്ടിലിൻ്റെ റബ്ബർ ബാൻഡ് അഴിച്ചെടുക്കാം. അപ്പോൾ അതിനകത്ത് ആ കറക്റ്റ് സ്റ്റീമൊക്കെ അതിനകത്ത് ഇരുന്ന് തന്നെ തണുത്ത് അങ്ങ് സെറ്റായി. റബ്ബർ ബാൻഡ് പതുക്കെ അഴിച്ച് മാറ്റിയിട്ട് നമ്മളുടെ ഗ്രൂപ്പുണ്ട് കേട്ടോ, സർഗ അഗ്രോ സൊസൈറ്റി. നമുക്കൊരു ഗ്രൂപ്പുണ്ട്. സൊസൈറ്റി വഴി പെല്ലറ്റും മഷ്റൂമിൻ്റെ വിത്തും വിതരണം ചെയ്യുന്നുണ്ട്. കവറും എല്ലാം, പെല്ലറ്റ്, കവറ്, റബ്ബർ ബാൻഡ് ഉൾപ്പെടെ. നമുക്കിനി ഇതിൻ്റെ സൈഡ് വഴി നമുക്ക് ഇതിൻ്റെ വിത്തങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഏകദേശം താഴത്തേക്ക് പോകുന്നുണ്ട്. എല്ലാ ഭാഗത്തും എത്തത്തക്കത്, അതായത് സൈഡ് വഴി എത്താവുള്ളൂ. നടുക്കുകൂടി ഉള്ളിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ കവറിൻ്റെ സൈഡ് വഴി, പെല്ലറ്റിൻ്റെയും കവറിൻ്റെയും ഇടയ്ക്കായിട്ട് വേണം ഈ കൂൺ വിത്തുകൾ വീഴാനായിട്ട്. അപ്പോൾ അത് കണക്കാക്കി പതുക്കെ ജസ്റ്റ് പ്രസ് എടുക്കുമ്പോഴേക്കും അവർ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ആ ഗ്യാപ്പ് വഴി നേരെ താഴത്തേക്ക് ആ വിത്തങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഇത് പെല്ലറ്റ് കൃഷിയാണ് കേട്ടോ. വൈക്കോലിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. വൈക്കോല്, ചകിരിച്ചോറ്, വാഴത്തടയൊക്കെ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ചെയ്യുന്നത് ഈ ഒരു പെല്ലറ്റിൻ്റെ കൃഷിയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ന്യായമായ നല്ല അത്യാവശ്യം വിളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ബെഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഒന്ന് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ സൈഡ് വഴി നമ്മൾ ഇട്ടുകൊണ്ട് ആ ഒരു 2 പോർഷനൊക്കെ വെച്ചില്ലേ, അതിലൊരു പോർഷൻ കംപ്ലീറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിലും കുറച്ച് തൂവി കൊടുക്കാം കേട്ടോ. ഈ ബെഡിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തല്ലേ, അതും കുഴപ്പമില്ല, അവിടെ കുറച്ച് തൂവി കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് ഒത്തിരി അങ്ങ് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഈ മൈസീലിയം സ്പ്രെഡാകാൻ താമസിക്കും. കൂണിൻ്റെ തന്തുക്കൾ പുറത്തേക്ക് വരാൻ താമസിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് കണ്ടോ, ജസ്റ്റ് പ്രസ് ചെയ്ത് എല്ലായിടം കൂമ്പത്തേക്ക് ഒന്ന് സ്പ്രെഡ് ആകത്തക്ക ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് കെട്ടിവയ്ക്കാം. നന്നായിട്ട് കെട്ടിവയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എയർ ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കാണിച്ചു തരാം. ഞാനൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കോട്ടെ. പപ്പടം കുത്തി അതും ഇതുപോലെ സ്റ്റെറിലൈസ് ചെയ്താണ്. അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഹാങ്ങും ചെയ്യാം. വൃത്തിയുള്ള അഴയിൽ, വൃത്തിയുള്ള മുറിയിൽ നമുക്കിത്
ഹാങ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പൂച്ചട്ടികളൊക്കെ തൂക്കുന്ന ഒരു ഹാങ്ങിങ്ങില്ലേ, ആ വള്ളിയിലാണ് ഞാനിപ്പോൾ തൂക്കിയിടുന്നത്. എൻ്റെ മുകളിലുള്ള ഒരു ഒഴിഞ്ഞ മുറിയാണ് ഇതിന് ഇട്ടെടുത്തിരിക്കുന്നത്. അതിൻ്റെ ജനലുകൾ ഞാൻ കർട്ടൻ കൊണ്ട് മറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് രണ്ടെണ്ണം ഒന്ന് ചെയ്ത് തീർത്തോട്ടെ. ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ റൂം. ഇവിടെ ഒരു അഴപോലെ കിട്ടിയിട്ട് അതുമ്മലാണ്. ഇത് ഇന്ന് ഇട്ടതാണ്. ഇത് 5 ദിവസം മുന്നേ ഇട്ടതാണ്. അപ്പോൾ ഒരു ഗ്യാപ്പിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം വിളവ് കുറയുമ്പോഴേക്കും അടുത്ത ബില്ലിൽ നമുക്ക് വിളവ് കിട്ടും. ഞാനിപ്പോൾ കൂണിൻ്റെ തന്തുക്കൾ നമ്മൾ മൈസീലിയം സ്പ്രെഡ് ചെയ്ത വീഡിയോ കൂടി ഇതിന് ശേഷം ചെയ്യാം. നമുക്ക് ഹോൾഡ് ചെയ്താണ് ചെയ്യുന്നത്. കണ്ടോ, ഇത് മൈസീലിയം കംപ്ലീറ്റ് പടർന്ന ഒരു ബെഡാണ്. ഇതുപോലെയാണ് മൈസീലിയം പടർന്ന് അതിൻ്റെ കൂണിൻ്റെ മുകുളങ്ങൾ പുറത്തേക്ക് വരുന്നത്. കണ്ടോ, 4 ഭാഗത്തു നിന്ന് നമുക്ക് അതിൻ്റെ മുകുളങ്ങൾ പുറത്തേക്ക് വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ദിവസങ്ങളും അതിൻ്റെ കാരണത്തെക്കുറിച്ച് നമുക്ക് പിന്നാലെ സംസാരിക്കാം. ഒരു 20-25 ദിവസം ആകുമ്പോഴേക്കും നമുക്കിൻ്റെ തന്തുക്കളൊക്കെ പുറത്തേക്ക് അപ്പോൾ കീറി വിടണം. നല്ല വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.